ഹായ് ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടി സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സുധീഷയും നിധിയും തമ്മിൽ അകറ്റാൻ ലക്ഷ്യമിട്ട് സ്നേഹ അഭിനയിച്ചു വരുന്ന രാജീവ് തന്റെയും തന്റെ മകന്റെയും പദ്ധതി പ്രകാരം കുറച്ചധികം കാശും സ്വർണവും അടങ്ങിയ ബാഗ് അത് അവർ സുധീഷിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവർ പറയുന്ന ഒരു സ്ഥലത്ത് കൊണ്ടു കൊടുക്കാനായിട്ട് പറയുകയാണ് കേട്ടോ. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ചതി ഉണ്ടെന്നൊക്കെയുള്ളത് സുധീഷിനും മനസ്സിലായി. പക്ഷെ നിധിയുടെ മുമ്പിൽ വെച്ച് ഇവർ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ അത് പറ്റത്തില്ലെന്ന് പറയാനും സുധീഷിന് കഴിഞ്ഞില്ല. അരുണിന്റെ കാലിന് സുഖമില്ലാത്തതുകൊണ്ടാണ് സുധീഷിനെ ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഏൽപ്പിച്ചതെന്നും ബുദ്ധിമുട്ടാണെന്നറിയാം. എങ്കിലും മറ്റാരുടെയും കയ്യിൽ കൊടുത്തു വിടുന്നതിനേക്കാൾ സുരക്ഷിതമാണല്ലോ സുധീഷിന്റെ കയ്യിൽ തന്നെ കൊടുത്തു വിടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുത്തു വിടുന്നതും. എന്നാൽ നിധിയുടെ നിർബന്ധത്തിന് വഴങ്ങി സുധീഷ് പിന്നെ ഭാഗ്യമായിട്ട് അവർ പറഞ്ഞ സ്ഥലത്തേക്ക് ഈ സാധനം കൊണ്ട് എത്തിച്ചു കൊടുക്കാനായിട്ട് യാത്ര തിരിക്കുകയാണ്. എന്നാൽ യാത്രക്കിടയിൽ വഴിയിൽ അപകടത്തിൽപ്പെട്ട ഒരാളെ സഹായിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയ സുധീഷിനെ രാജീവ് മുൻകൂട്ടി ഏർപ്പാട് ചെയ്തിട്ടുള്ള ഗുണ്ടകൾ ആക്രമിക്കുകയും പണവും സ്വർണവും അടങ്ങിയ ബാഗ് അവർ കൈക്കലാക്കുകയും സുധീഷിനെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ രാജീവും അരുണും ഒക്കെ അറിയുന്നുണ്ടായിരുന്നു. അവരുടെ പ്ലാൻ പ്രകാരം തന്നെ സുധീഷിനെ കുടുക്കിയ സന്തോഷത്തില് ഒന്നും അറിയാത്ത മട്ടില് നിധിയുടെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് രാജീവും അരുണും കൂടെ ഒന്നിച്ച് അവിടെ ഒരു നാടകം തന്നെ കളിക്കുകയാണ്. സുധീഷ് ആ കാശും സ്വർണവും ഒക്കെ ആയിട്ട് കടന്നു കളഞ്ഞു എന്ന് നിധി അവർ വിശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. സുധീഷിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയതും വണ്ടി വഴിമാറിപ്പോയ തെളിവുകളൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ നിധിക്കും ചെറിയ രീതിക്ക് ഒരു സംശയം ആവുന്നുണ്ട്. എന്നാൽ എല്ലാവരും കൂടി സുധീഷിനെ ഒരു ചതിയനായിട്ടും അതുപോലെ കാശ് കട്ടവനാണെന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്തുമ്പോൾ പോലും അതൊന്നും നിധിക്ക് അങ്ങോട്ടേക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാനാവുന്നുമില്ലായിരുന്നു. നിധി അവിടെ പറയുന്നുണ്ട്, സുധീഷ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, സുധീഷിനെ എനിക്ക് നന്നായിട്ട് അറിയാം, ഒരിക്കലും സുധീഷ് കാശിന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്നൊക്കെ നിധി അവിടെ തറപ്പിച്ച് പറയുന്നുണ്ട്. രാജീവ് അരുണം പല തെളിവുകളും കാണിച്ച് നിധിയെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നിധി അവിടെയൊക്കെ സുധീഷിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. എന്തൊക്കെ പറഞ്ഞു നോക്കിയിട്ടും നിധിയുടെ നിലപാടിൽ മാറ്റമില്ലെന്ന് കാണുമ്പോഴേക്കും സുധീഷിന്റെ ഫാമിലിയെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്നും അങ്ങോട്ടേക്ക് ഗുണ്ടകളെ വിടുമെന്നും അവന്റെ വീട്ടിലുള്ള അവന്റെ ചേട്ടനെയും അനിയനെയും അവന്റെ തന്തേനെയും ഒക്കെ ഗുണ്ടകളെ വിട്ട് തല്ലിപ്പിക്കുന്നൊക്കെ നമ്മുടെ അരുൺ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെയും നിധിക്ക് ഭയങ്കര സങ്കടമാവുകയാട്ടോ. നിധിയും സുധീഷിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടാതാവുമ്പോഴേക്കും ഹേമയും നിധിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സ്വന്തം കുടുംബം സുധീഷിനെതിരെ ഇതുപോലെ കുറ്റാരോപണം നടത്തുമ്പോഴും സുധീഷിനെയും സുധീഷിന്റെ വീട്ടുകാർക്കും ഒക്കെ എതിരെ കംപ്ലൈന്റ് കൊടുക്കുകയൊക്കെ ചെയ്യും എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്കും തന്നെ നിധിക്ക് വല്ലാതെ പേടിയും ആവുന്നുണ്ട്. ഒപ്പം സുധീഷിനെ കുറെ തവണ വിളിച്ചു നോക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെയും സുധീഷിനെയും തമ്മിൽ പിരിക്കാനായിട്ട് രാജീവും കുടുംബവും കൂടി ചേർന്ന് നടത്തിയ ഒരു വലിയ നാടകമായിരുന്നു എന്നുള്ളത് നിധി തിരിച്ചറിയുന്നേ ഉണ്ടായിരുന്നില്ല. നിധിയുടെ മുമ്പിൽ അവരെല്ലാവരും ഭയങ്കര സ്നേഹത്തോടെയാണല്ലോ സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവത്തിന് ശേഷം നിധിയെ കൂടുതൽ കെയർ ചെയ്യുകയും നിധിയോട് ഇനി ആ വീട്ടിലേക്ക് പോകണ്ടെന്നും വരെ ഇവരെ പറഞ്ഞു നോക്കുന്നുണ്ട്. അവരങ്ങനെ പറയുമ്പോൾ പോലും നിധിയുടെ മനസ്സിൽ ഉറപ്പായിരുന്നു സുധീഷ് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന്. രാജീവ് കൊടുത്ത പണവും സ്വർണവുമായിട്ട് സുധീഷിനെ കാണാതാവുന്നതോടുകൂടി തന്നെ നിധി ആകെ പരിഭ്രാന്തിയിലാവുകയാണ്. രാത്രി ഏറെ വൈകിട്ടും സുധീഷിന്റെ ഒരു വിവരവും കിട്ടാതാവുമ്പോഴേക്കും നിധി പേടിച്ചിട്ട് തന്നെ ഹരീഷിനെയും അതുപോലെ സുഭാഷ് ചേട്ടനെയൊക്കെ വിളിക്കുന്നുണ്ട്. സുധീഷ് വീട്ടിലേക്ക് എങ്ങാനും വന്നായിരുന്നോ, സുധീഷ് വിളിച്ചായിരുന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സുധീഷ് വീട്ടിലേക്ക് ചെന്നിട്ടുമില്ല, ഇതുവരെ വിളിച്ചിട്ടുമില്ല എന്നൊക്കെ അറിയുമ്പോഴേക്കും നിധിക്ക് പിന്നെയും ടെൻഷൻ കൂടുകയാണ് കേട്ടോ. എന്നാൽ രാജീവും അരുണും കൂടി ഈ കാശും ഗോൾഡുമായിട്ട് അവൻ കടന്നു കളഞ്ഞാണെന്നും ഇനി അവനെ മഷി ഇട്ടാൽ പോലും കിട്ടത്തില്ലെന്നും ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാ അവൻ നിന്നെ ഓരോന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചതെന്നും ഒക്കെ പറഞ്ഞ് നിരന്തരം നിധിയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അത് നിധിയെ ഭയങ്കര സമ്മർദ്ദത്തിലും ആക്കുന്നുണ്ട്. ഒരിക്കലും സുധീഷ് അങ്ങനെ ചെയ്യില്ല എന്ന് നിധി ആവർത്തിച്ച് പറയുമ്പോഴും അവർക്ക് പിന്നെയും പിന്നെയും ദേഷ്യം തന്നെയാണ് വരുന്നത്. എന്നാൽ ആ ഗുണ്ടകൾ സുധീഷിനെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുന്നതും ആക്രമിക്കുന്നതുമായുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ട് രാജീവും അരുണും സന്തോഷിക്കുന്നുണ്ട്. നിധിയുടെ മനസ്സിൽ സുധീഷിനെ ഒരു കള്ളനായി ചിത്രീകരിച്ചുകൊണ്ട് അവനെ എന്നേക്കുമായി നിധിയുടെ മനസ്സിൽ നിന്നും ഇല്ലാതാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. എന്നാൽ നിധി വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചതോടുകൂടി തന്നെ സുഭാഷും നികേഷും ഹരീഷും എല്ലാം വലിയ ആശങ്കയിലാവുകയാണ്. സുഭാഷ് ഏട്ടനും ഹരീഷിനും നികേഷിനും എല്ലാം വിളിച്ച് നിധി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. തന്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചപ്പോഴേക്കും അവരിപ്പോൾ പറയുന്നത് സുധീഷ് മനഃപൂർവ്വം ആ കാശുമായിട്ട് മുങ്ങിയതാണെന്നും അവനെ ഒരു മോഷ്ടാവായിട്ട് തന്നെ ചിത്രീകരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹരീഷിന് ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു സംശയം ആവുന്നുണ്ട്. സുധീഷിനെ നിധിയും കൂട്ടി രാജീവ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഹരീഷിനോട് സുധീഷ് എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നല്ലോ. അയാളെ വെല്ലുവിളിച്ചത് കൊണ്ടാണ് അയാൾ അന്ന് വീട്ടിലേക്ക് വന്നതെന്നും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന പോലെ അഭിനയിച്ചതും ഇവരെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നതും ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ഗൂഢമായ തന്ത്രം ഉണ്ടെന്നും ഒക്കെ ഉള്ളത് ഹരീഷിന് മനസ്സിലാവുന്നുണ്ട്. 7 ദിവസത്തിനുള്ളിൽ തന്നെ അയാളെ ഏട്ടത്തെയും സുധീഷിനെയും തമ്മിൽ പിരിക്കുമെന്ന് വെല്ലുവിളിച്ചിട്ടാണല്ലോ പോയത്. അതുകൊണ്ട് തന്നെ ഇയാൾ ഒരുക്കിയ കെണിയിൽ സുധീഷേട്ടൻ വീണ് പോയതാണോ എന്നൊക്കെ തന്നെ നമ്മുടെ ഹരീഷ് ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ്. അയാൾ മനഃപൂർവ്വം കാശും സ്വർണവും കൂടെ സുധീഷേട്ടന്റെ കയ്യിൽ കൊടുത്തു വിട്ടതാണെന്നും ഗുണ്ടകളെ വിട്ട് തട്ടിയെടുത്തതിന് ശേഷം സുധീഷേട്ടനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതാണെന്നൊക്കെ നമ്മുടെ ഹരീഷ് ഇങ്ങനെ പറയുന്നുണ്ട്. അധികം വൈകാതെ തന്നെ ഹരീഷ് ഈ കാര്യങ്ങളെല്ലാം സുഭാഷേട്ടനോടും നികേഷിനോടും ഒക്കെ പറയുകയാട്ടോ.
സുധീഷ് ചേട്ടൻ അയാളെ വെല്ലുവിളിച്ചതുകൊണ്ടാണ് അയാൾ ഇങ്ങോട്ടേക്ക് വന്നതെന്നും 7 ദിവസത്തിനുള്ളിൽ സുധീഷ് ചേട്ടനെയും ഏട്ടത്തെയും തമ്മിൽ അയാൾ പിരിക്കാനുള്ള മാർഗം നോക്കുമെന്നും അതുകൊണ്ടാണ് അവരെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോയെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഏട്ടത്തിയുടെ മുമ്പിൽ വെച്ച് അയാൾ ഒരു മാനിനെ പോലെ നടിക്കുന്നതാണെന്നും ആട്ടിൻതോലിട്ട ചെന്നായാണ് അയാളെന്നും പറയുകയാണ്. എനിക്കുറപ്പാ ഇതിന്റെ പിന്നിൽ അയാളുടെ ചതി തന്നെയാ. സുധീഷ് ചേട്ടനെ അപായപ്പെടുത്താൻ അയാൾ കണ്ടെത്തിയ മാർഗമായിരിക്കും ഇത്. കാശും സ്വർണവും സുധീഷ് ചേട്ടന്റെ കയ്യിൽ കൊടുത്ത് അതുകൊണ്ട് ഏൽപ്പിക്കാൻ സുധീഷ് ചേട്ടനെ തന്നെ പറഞ്ഞു വിടുക. എന്നിട്ട് ഗുണ്ടകളെ വിട്ട് ആ കാശും സ്വർണവും തട്ടിയെടുത്തിട്ട് സുധീഷിനെ തട്ടിക്കൊണ്ട് പോയതാണോ എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് തന്നെ നമ്മുടെ ഹരീഷ് സുഭാഷ് ചേട്ടനോടും നികേഷിനോടും ഒക്കെ പറയുന്നുണ്ട്. ഇവർക്ക് ഈ ചതി മനസ്സിലായതോടുകൂടി തന്നെ ഇതിനെ അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. അയാളുടെയും അയാളുടെ മകന്റെയും ശരിക്കുള്ള മുഖം ഏട്ടത്തിയുടെ മുമ്പിൽ തുറന്നു കാണിക്കണമെന്നൊക്കെ തന്നെ ഇവർ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഫുൾ കഴിഞ്ഞിട്ടും സുധീഷിന്റെ ഒരു വിവരം ഇല്ലാത്തതുകൊണ്ട് തന്നെ രാജീവും അരുണും ഇതിനെ ഒരു പോലീസ് കേസ് ആക്കാനായിട്ട് തന്നെ തീരുമാനിക്കുന്നുണ്ട്. രാജീവും അരുണും കൂടി നിയമപരമായിട്ട് പറയുന്നുണ്ട്, മോളെ ഇനി ഇത് വെറുതെ വിട്ടാൻ പറ്റില്ല, ഇത് പോലീസ് കേസ് ആക്കണം. മിക്കവാറും അവന്റെ വീട്ടിലുള്ളവർക്ക് അറിയാമായിരിക്കും ഇവൻ ഈ കാശും സ്വർണ്ണമായിട്ട് എങ്ങോട്ടേക്കാ മുങ്ങി എന്നുള്ളത്. ഒറ്റ ഒരെണ്ണത്തിനെ വെറുതെ വിടരുത്. ഇവരുടെയൊക്കെ ശരിക്കുള്ള സ്വഭാവം ഇപ്പോഴല്ലേ മനസ്സിലായത്. മോക്ക് ഇനിയും അവരെ കുറിച്ച് മനസ്സിലായില്ലേ? അവരൊക്കെ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു മോളെ. മോളിനി അങ്ങോട്ടേക്ക് പോകണ്ട, മോൾ ഇനി ഇവിടെ നിന്നാ മതി. കള്ളവും ചതിയും കൊണ്ട് നടക്കുന്ന ഇവനെയൊക്കെ വിശ്വസിച്ച് എങ്ങനെ മോളെ അവന്റെ കൂടെ പോയി ജീവിക്കുന്നത്? അതുകൊണ്ട് മോൾ ഇനി എങ്ങോട്ടും പോകുന്നില്ല. മോൾ അച്ഛൻ പറയുന്നത് കേട്ട് ഇവിടെ നിന്നാ മതി എന്നൊക്കെ രാജുവ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹേമയും സാന്ദ്രയും ഒക്കെ നിധിയെ ഈ കാര്യവും പറഞ്ഞ് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നിധിക്ക് അത് ഭയങ്കര ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കുന്നത്. സുധീഷ് നിലനിൽപ്പിനായിട്ട് പല കള്ളങ്ങളും പറയാറുണ്ടെങ്കിലും സുധീഷ് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് അവർക്ക് ഉറപ്പാണ്. കാരണം എൻ്റെ വീട്ടിൽ വന്ന സുധീഷ് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ ചെയ്യാമായിരുന്നെങ്കിൽ അവൻ എപ്പോഴും അതൊക്കെ നോക്കാമായിരുന്നു. അതിനു പകരം അവൻ എനിക്ക് വേണ്ടി എല്ലാ ത്യാഗങ്ങളും സഹിക്കുകയല്ല ചെയ്യുന്നത്. എനിക്ക് വേണ്ടി എന്തൊക്കെ സഹായങ്ങൾ അവനും അവന്റെ വീട്ടുകാരും ചെയ്തു. എന്നിട്ടും എൻ്റെ വീട്ടിൽ വന്ന് ഇതുപോലൊരു പേരുദോഷമാണല്ലോ അവന് കിട്ടിയതെന്നൊക്കെ ഓർത്ത് സങ്കടപ്പെടുകയാണ് നിധി. സുധീഷിന് ഇനി എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്നും നിധി ഭയക്കുന്നുണ്ട്. ഇതിനിടയിൽ അരുണാകട്ടെ തന്റെ മുഖമൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് തന്നെ സുധീഷിനെ തട്ടിക്കൊണ്ട് പോയ സ്ഥലത്തേക്ക് എത്തുന്നുമുണ്ട്. മുഖം മറച്ചുകൊണ്ട് തന്നെ സുധീഷിനെ ക്രൂരമായി ഉപദ്രവിച്ച് അവൻ അവന്റെ പകയെല്ലാം തീർക്കാനും നോക്കുകയാണ്. അതൊക്കെ ഫോട്ടോസും വീഡിയോ കോളൊക്കെ ചെയ്ത് രാജുവിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ സുധീഷിനെ അന്വേഷിച്ച് സുഭാഷ് ചേട്ടനും അതുപോലെ തന്നെ ഹരീഷും നികേഷും എല്ലാം യാത്ര തിരിക്കുന്നുണ്ട്. അവരെ കൊണ്ട് അന്വേഷിക്കാൻ പറ്റുന്ന പോലെ എല്ലാം തന്നെ അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ടും സുധീഷ് എവിടെയാണെന്നുള്ളത് അവർക്ക് കണ്ടെത്താനും ആയില്ല. അങ്ങനെ സുധീഷിനെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് അരുൺ വന്നു പോയതിനു ശേഷം മദ്യലഹരിയിലായിരുന്ന ഗുണ്ടയുടെ ഫോൺ തന്ത്രപരമായി കൈക്കലാക്കി സുധീഷ് ഹരീഷിന്റെ ഫോണിലേക്ക് തന്നെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നതും ആ വിവരം കിട്ടിയ പാടെ ഇവര് സുധീഷിനെ അന്വേഷിച്ച് ആ സ്ഥലത്തേക്ക് പോയെങ്കിലും അതിനു മുമ്പായിട്ട് തന്നെ അരുണിന്റെ നിർദ്ദേശപ്രകാരം സുധീഷിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് ഗുണ്ടകളോട് പറയുകയാണ്. ഗുണ്ടകൾ സുധീഷിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനും നോക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇവർ സഞ്ചരിച്ച വണ്ടി ഹരീഷിന്റെ ബൈക്കിൽ ഇടിക്കുകയും ആ സംഘർഷത്തിനിടയിൽ വണ്ടിക്കുള്ളിൽ സുധീഷിനെ നികേഷ് തിരിച്ചറിയുകയും ചെയ്യുകയാണ്. തുടർന്ന് റോഡിൽ വെച്ചുണ്ടായ ഫൈറ്റിനൊടുവിൽ സഹോദരന്മാരെല്ലാവരും ചേർന്ന് സുധീഷിനെ മോചിപ്പിക്കുകയാണ്. താൻ നേരിട്ട ക്രൂരതകൾക്കെല്ലാം പിന്നില് അരുണും നിധിയുടെ അച്ഛനും ആണെന്ന് മനസ്സിലാക്കുന്ന സുധീഷിനാകട്ടെ പിന്നീട് തന്റെ നീക്കങ്ങളെല്ലാം വളരെ സൂക്ഷ്മതയോടെയാണ് പ്ലാൻ ചെയ്യുന്നത്. വീട്ടിലേക്ക് തിരിച്ചെത്തിയ സുധീഷിനെ കണ്ട് രാജീവും അരുണും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. ഭയവും ആകാംക്ഷയും നിറഞ്ഞ ആ ഒരു അന്തരീക്ഷത്തിൽ ഒട്ടും സമയം കളയാതെ അരുൺ തന്റെ ആയുധം പുറത്തെടുത്തു. എവിടെയാടാ സ്വർണവും പണവും? നീ അതുമായിട്ട് എവിടെ മുങ്ങിയതായിരുന്നു? എന്നാലും നിന്നെ വിശ്വസിച്ച് നിന്റെ കയ്യിൽ തന്നെ ഞങ്ങൾ അത് തന്നു വിട്ടല്ലോ. എന്നിട്ട് ഞാൻ എവിടെ കൊണ്ടാ ഒളിപ്പിച്ച് വെച്ചേക്കുന്നേ? നിന്നെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. ഇത്രയും ചെയ്തിട്ട് നിനക്ക് ധൈര്യത്തോടെ ഇവിടെ വന്ന് നിൽക്കാൻ തോന്നുന്നുണ്ടല്ലോ. നിന്റെ ധൈര്യം സമ്മതിച്ചേ പറ്റത്തുള്ളൂ. ഇതുപോലൊരു കള്ളത്തരം കാണിച്ചിട്ട് നീ ഒരു കൂസലുമില്ലാതെ ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണല്ലോ എന്നൊക്കെ അരുൺ പറയുന്നുണ്ട്. എന്നാൽ അരുൺ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും ചുട്ട മറുപടിയായിട്ടാണ് സുധീഷ് മറുപടി കൊടുത്തതും. സുധീഷ് തിരിച്ചെത്തിയ സന്തോഷത്തിലാണ് കേട്ടോ നിധി. സുധീഷിന് കട്ട സപ്പോർട്ടായിട്ട് നിധി കൂടെ തന്നെയുണ്ട്. നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടിയൊക്കെ ഞാൻ ഇപ്പൊ തന്നെ തരാം, ഒരു മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ സുധീഷ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. സുധീഷ് നല്ല കോൺഫിഡന്റ് ആയിട്ട് ഇവരുടെ മുമ്പിൽ വന്ന് കാര്യം പറയുന്നതോട് കൂടി തന്നെ നിധിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാകുകയാണ് കേട്ടോ. സുധീഷ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ നിധി വിശ്വസിക്കുകയാണ്. സുധീഷ് പുറത്തേക്ക് ഇറങ്ങി പോയപ്പോഴേക്കും രാജീവ് അരുണിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഇവൻ എങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു? എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇവനെ ആരാ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്നൊക്കെ ഇങ്ങനെ രാജീവ് ചോദിക്കാം കേട്ടോ. അപ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, അറിയില്ലച്ചാ, എങ്ങനെ ഇവൻ രക്ഷപ്പെട്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ അരുണും പറയുക കേട്ടോ. രാജീവ് പറയുന്നുണ്ട്, നമ്മളാണ് ഇതിന്റെ പിന്നിലെന്ന് ഇവൻ അറിയില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇവൻ ധൈര്യത്തോടെ ഇങ്ങോട്ടേക്ക് വന്നത്. ഇനി നീയായിട്ട് അവനെ ചോദ്യം ചെയ്ത കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലെത്തിക്കണ്ട. ഇവനെ ഇല്ലാതാക്കാൻ വേറെന്തെങ്കിലും മാർഗം നോക്കാം. ഇപ്പം മിണ്ടാതിരിക്കുന്ന തന്നെയാണ് ബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും തന്നെ സുധീഷ് വീണ്ടും അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഒറ്റ നിമിഷം കൊണ്ട് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് സുധീഷ് അകത്തേക്ക് കയറി വന്നതും. ഇപ്രാവശ്യം സുധീഷ് ഒറ്റയ്ക്കല്ലാട്ടോ കയറി വന്നത്. കൂടെ സുഭാഷ് ചേട്ടനും ഹരീഷും നികേഷും ഒക്കെ ഉണ്ടായിരുന്നു.
ഇവർ നാലുപേരും ഒന്നിച്ചു വരുന്നത് കാണുമ്പോഴേക്കും രാജീവും അരുണും ഹേമയും സാന്ദ്രയൊക്കെ ഞെട്ടിപ്പോകുന്നുണ്ട്. സുഭാഷും നികേഷും ഹരീഷും ഒക്കെ ഒന്നും മിണ്ടാതെ രാജീവിനെയും അരുണിനെയൊക്കെ ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട്. എന്തായാലും സുധീഷിനെ കാണാതായതിന്റെ പിന്നിലെ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്നുള്ളത് നിധിക്ക് ആ സമയത്ത് മനസ്സിലാവുകയാണ്. നിധി ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, നികേഷേ, ഹരീഷേ, നിങ്ങൾ എന്താ ഇവിടെ? നിങ്ങൾ എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും സുധീഷ് ഒരു പുഞ്ചിരിയോടെ രാജീവിനെയും അരുണിനെയും നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, എല്ലാവരുടെയും ചോദ്യം അത് തന്നെ ആയിരിക്കും എന്നുള്ളത് എനിക്കറിയാം. ഇവരെങ്ങനെ ഇങ്ങോട്ടേക്ക് എത്തിയെന്നല്ലേ നിങ്ങളൊക്കെ ഇപ്പൊ മനസ്സിൽ വിചാരിക്കുന്നത്? എല്ലാം ഞാൻ തന്നെ പറഞ്ഞ് വ്യക്തമാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ സുധീഷ് രാജീവിനെയും അരുണിനെയും ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. അതിനുശേഷം സുധീഷ് ആ ഗോൾഡും കാശുമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ അവരോട് പറയുകയാണ്. അവിടെയിട്ട് ആ ഗുണ്ടകൾ തന്നെ ഒരുപാട് ആക്രമിച്ചെന്നും അതിനിടയിൽ മദ്യലഹരിയിലായിരുന്ന ഒരു ഗുണ്ടയുടെ കയ്യിൽ നിന്നും തന്ത്രപരമായി ഞാനൊരു ഫോൺ കൈക്കലാക്കിയെന്നും ആ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയ ഉടനെ ഞാൻ ഹരീഷിനെ ലൊക്കേഷൻ ഷെയർ ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് സുഭാഷ് ചേട്ടനും ഹരീഷും നികേഷും കൂടെ എന്നെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് എത്തിയത്. പക്ഷെ അത് ഗുണ്ടകൾ കണ്ടുപിടിക്കുകയും എന്നെ അവിടുന്ന് വേറൊരു താവളത്തിലേക്ക് മാറ്റാനും അവർ ശ്രമിച്ചു. ഇത് കേട്ട രാജീവും അരുണും ഒന്ന് പതറിയെങ്കിലും പിന്നെയും അവരെ പിടിച്ചു നിൽക്കാനായിട്ട് അഭിനയിച്ചങ്ങ് തകർക്കുകയാണ് കേട്ടോ. സുധീഷ് പറയുന്ന ഒന്നും തന്നെ വിശ്വസിക്കരുതെന്നും ഇവരെല്ലാരും കൂടെ ചേർന്ന് ഒരു നാടകം കളിക്കുകയാണെന്നും ആ സ്വർണവും കാശും ഇവരുടെ തന്നെ കയ്യിൽ കാണുമെന്നും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്നൊക്കെ അയാൾ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും തന്നെ ഹരീഷ് ഒരു ഗുണ്ടയെ പിടിച്ചു വലിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതായത് സുധീഷിനെ തട്ടിക്കൊണ്ടുപോയ ഒരു ഗുണ്ടയുടെ കൈയൊക്കെ പിന്നിൽ കെട്ടിയിട്ട് അവർ കാറിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഗുണ്ടയാണ് ഹരീഷ് അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതും. അങ്ങനെ നിധിയുടെയും സാന്ദ്രയുടെയും ഹേമയുടെയും ഒക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ആ ഗുണ്ട എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല, ഈ ഗുണ്ട ഏതാന്ന് ഞങ്ങൾക്ക് അറിയത്തുപോലുമില്ല എന്നും പറഞ്ഞുകൊണ്ട് തന്നെ രാജീവും അരുണും അവിടെ തകർത്ത് അഭിനയിക്കുകയാണ് കേട്ടോ. അവരാ ഗുണ്ടയെ തല്ലാനൊക്കെ നോക്കുകയും ചെയ്യുന്നുണ്ട്. രാജീവിന്റെയും അരുണിന്റെയും ദേഷ്യം കണ്ട ഗുണ്ടയാണെങ്കിൽ പിന്നൊന്നും പറയാതെ തല താഴ്ത്തി പുറകോട്ട് മാറി നിൽക്കുകയാണ്. എന്നാൽ ഇങ്ങനെ ഒരു ടിസ്റ്റ് അവരൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നും എന്നാൽ അവരുടെ ആ ഒരു പതർച്ചയും വെപ്രാളവും ഒക്കെ കണ്ടിട്ട് സുധീഷിന് ചിരിയാണ് വരുന്നത്. സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ വെറുതെ ഗുണ്ടയുടെ നേരെ കൈവെക്കുന്നത്? സത്യങ്ങൾ പുറത്തു വരുമെന്ന് പേടിയാവുന്നുണ്ടോ? ഇത്രയും പേരെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് നിങ്ങളെന്താ നാടകം കളിക്കുകയാണോ? എന്നാൽ സുധീഷിന്റെ ഈ പരിഹാസ ചോദ്യം കേൾക്കുമ്പോഴേക്കും രാജീവനും അരുണിനും ഒക്കെ നല്ല ദേഷ്യം വരികയാണ്. ആ ഒരു സമയത്ത് അവർ പ്രതികരിക്കാതെ മിണ്ടാതെ നിൽക്കുന്ന കാണുമ്പോഴേക്കും നിധിക്കും സംശയമാവുന്നുണ്ട്. അച്ഛനും ചേട്ടനും കൂടെ മനഃപൂർവ്വം സുധീഷിനെ അപായപ്പെടുത്താൻ ഇങ്ങനെ ഒരു നാടകം കളിച്ചതാണെന്ന് നിധിക്ക് മനസ്സിലാവുകയാണ്. നിധി ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാ അയാളെ തടയുന്നത്? അയാൾ സത്യം പറയട്ടെ. അയാളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആരാ പറഞ്ഞെന്നുള്ളത് അയാൾ പറയട്ടെ, എങ്കിലല്ലേ സത്യം എല്ലാവർക്കും മനസ്സിലാവുകയുള്ളൂ. സുധീഷിന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റല്ലല്ലോ. അയാൾ എന്തായാലും സത്യം പറയട്ടെ അച്ഛാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും രാജീവിന് പിന്നെ ഒന്നും തന്നെ മിണ്ടാൻ പറ്റുന്നില്ല. സ്വന്തം അച്ഛനും ചേട്ടനും കൂടി സുധീഷിനെയും സുധീഷിന്റെ വീട്ടുകാരെയും അപായപ്പെടുത്താനും നാണം കെടുത്താനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തെന്നുള്ളത് നിധിക്ക് ഏകദേശം മനസ്സിലാവുകയാണ്. എന്നിട്ട് നിധിയോട് പറയുന്നുണ്ട്, നിധി, ഇതിന്റെ എല്ലാം പിന്നിൽ ആരാണെന്നറിയാവോ? നിന്റെ അച്ഛനും നിന്റെ ചേട്ടനുമാ. അവർ രണ്ടുപേരും കൂടി ചേർന്ന ഇതുപോലൊരു നാടകം പ്ലാൻ ചെയ്തത്. സുധീഷ് ഇത് പറയുമ്പോഴേക്കും നിധി ഒരു ഞെട്ടലോടുകൂടി അവരെ നോക്കുന്നുണ്ട്. അവരൊരക്ഷരം പോലും മിണ്ടാതെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് നികേഷ് പറയുന്നുണ്ട്, അതേ ഏട്ടത്തി, സുധീഷ് ചേട്ടൻ പറഞ്ഞത് സത്യം തന്നെയാ. ഏട്ടത്തിയുടെ അച്ഛനും ചേട്ടനും കൂടിയിട്ടാ സുധീഷ് ചേട്ടനെ അപായപ്പെടുത്താൻ നോക്കിയത്. സ്വർണവും കാശും കട്ടുകൊണ്ട് പോയി കള്ളനാക്കി ചിത്രീകരിച്ച് ഏട്ടത്തിയെ ഇവിടെ സ്ഥിരമായിട്ട് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയുള്ള പ്ലാനുകളൊക്കെ ചെയ്തത്. സുധീഷ് ചേട്ടനെയും ഏട്ടത്തിയും തമ്മിൽ തെറ്റിപ്പിച്ച് ഏട്ടത്തിയെ എന്നേക്കുമായിട്ട് ഇവിടെ പിടിച്ചു നിർത്താനായിട്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്തതെന്ന് തന്നെ നികേഷ് പറയുമ്പോഴേക്കും നിധിക്ക് അത് വിശ്വസിക്കാനേ ആവുന്നില്ല. സ്വന്തം അച്ഛൻ തന്നെയാണ് ഇതുപോലെ ഒരു ചതിക്ക് പിന്നിലും പ്രവർത്തിച്ചതെന്ന് അറിയുമ്പോഴേക്കും നിധി ആകെ തകർന്നു പോവുകയാണ്. രാജീവ് കള്ളം പറഞ്ഞ് അവളെ വിശ്വസിപ്പിക്കാൻ നോക്കിയെങ്കിലും നിധി ഇത്തവണ വഴങ്ങിയില്ല. സുധീഷിനെയും സുധീഷിന്റെ വീട്ടുകാരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന നിധിയോടെ ഹേമ തട്ടിക്കയറുന്നുണ്ട്. ആ സമയത്ത് സുധീഷിനെയും വീട്ടുകാരെയും വിട്ടുകൊടുക്കാതെ തന്നെ നിധി അവർക്ക് വേണ്ടി സംസാരിക്കുകയാണ്. അതോടുകൂടി രാജീവ് എങ്ങനെയാണ് അവരുടെ വീട്ടിലേക്ക് ചെന്നുവെന്നും കാറിൽ വെച്ച് അവർ നടത്തിയ സംഭാഷണം അവസാനം വെല്ലുവിളിയാവുകയായിരുന്നുവെന്നും തന്നെ തോൽപ്പിച്ച് നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് അച്ഛനും മോനും കൂടെ നടത്തിയ നാടകമാണെന്നൊക്കെ സുധീഷ് നിധിയോട് തുറന്നു പറയുകയാണ്. തന്റെ അച്ഛൻ തന്നെ ചതിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും നിധിക്ക് അത് ഒട്ടും തന്നെ സഹിക്കാനും പറ്റുന്നില്ല. സ്നേഹം നടിച്ച് തന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതിന്റെ പിന്നിൽ ഇതുപോലെ ഒരു ചതിയായിരുന്നു എന്നുള്ളത് നിധിക്ക് അങ്ങോട്ടേക്ക് ഒട്ടും ഉൾക്കൊള്ളാനാവുന്നില്ല. സുധീഷിനെ ഭീഷണിപ്പെടുത്തിയതും അതുപോലെ എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ കയറ്റുമെന്ന് വെല്ലുവിളിച്ചതും എല്ലാം നമ്മുടെ നിധി അറിയുന്നുണ്ട്. നിധി ഈ വീട്ടിൽ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും നാളും ഈ ക്രൂരതകളെല്ലാം സഹിച്ചെന്നും ഈ അപമാനമെല്ലാം സഹിച്ച് ഇവിടെ പിടിച്ചു നിൽക്കാൻ നോക്കിയെന്നൊക്കെ സുധീഷ് പറയുന്നുണ്ട്. ഇത് നിധിയോട് പറയുമ്പോഴേക്കും സുധീഷിന്റെ കണ്ണ് തന്നെ നിറഞ്ഞു പോവുകയാണ്. താൻ അറിയാതെ സുധീഷ് ഈ വീട്ടിലെ ഇത്രയധികം അപമാനം സഹിച്ചു എന്നൊക്കെ ഓർക്കുമ്പോഴേക്കും അത് നിധിക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു.
തൻ്റെ അച്ഛൻ സുധീഷിനെ ഡ്രൈവറെ പോലെ കണ്ടതും തറയിലിരിക്കാൻ പറഞ്ഞു തള്ളിയിട്ടതും ഡ്രൈവറാണെന്ന് പറഞ്ഞ് തരം താഴ്ത്തി സംസാരിക്കുന്നതും അവരോടൊപ്പം ഇരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് തറയിലിരുത്തിയതും ഭക്ഷണം കഴിക്കുമ്പോൾ പോലും കാണിച്ച വേർതിരിവും എല്ലാം സുധീഷ് ഓരോന്നോരോന്നായിട്ട് പറയുകയാണ്. ഇതെല്ലാം കേട്ടപാടെ ഈ സ്നേഹം വെറും കപട സ്നേഹമായിരുന്നു എന്നും തന്നെയും സുധീഷിനെയും തമ്മിൽ തെറ്റിച്ച് തന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അച്ഛനും ഏട്ടനും കൂടെ കളിച്ച നാടകമാണെന്ന് നിധി തിരിച്ചറിയുന്നതോടു കൂടി തന്നെ അച്ഛനോടും അമ്മയോടും ഏട്ടനോടും ഒക്കെ നിധിക്ക് വെറുപ്പ് കൂടുകയാണ് ചെയ്തത്. സുധീഷ് പറയുന്നുണ്ട്, നിധി അതൊക്കെ സഹിക്കാമായിരുന്നു, പക്ഷേ എന്നെ കൊല്ലാനായിരുന്നു നിന്റെ അച്ഛനും ചേട്ടനും കൂടെ പ്ലാൻ ചെയ്തിരുന്നത്. എന്നെ എങ്ങനെയെങ്കിലും കൊന്നു തള്ളാൻ തന്നെയായിരുന്നു ഇവരുടെ പ്ലാൻ. ഇവരത് ഗുണ്ടകളോട് പറയുന്നതും ഞാൻ കേട്ടതാ. ഇവരെ വിശ്വസിക്കരുത് നിധി. ഒരു ജീവനെ പോലും ഇവര് വില കൽപ്പിക്കുന്നില്ല. കുറേയധികം കാശും സ്വത്തും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ഇവരുടെ ആരുടെയും മനസ്സിലെ സ്നേഹമില്ല. ഇവരുടെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്നുള്ളത് ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ. വാ നിധി, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, നമുക്ക് വീട്ടിലേക്ക് തന്നെ പോകാമെന്നും പറഞ്ഞ് നിധി വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ സുധീഷ്. അപ്പോഴേക്കും രാജീവ് പറയുന്നുണ്ട്, നിധി ഇവനെ നീ വിശ്വസിക്കരുത്, ഇവൻ ഫ്രോഡാണ്. നമ്മുടെ സ്വത്തും പണവും ഒക്കെ കണ്ടിട്ടാ ഇവൻ നിന്റെ കൂടെ കൂടിയേക്കുന്നത്. നിന്നെ ഇത്ര നാളും വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയോ പറയുന്നത്. നീ ഇവന്റെ കൂടെ പോകരുത് മോളെ, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. അത് ഇവന്റെ കൂടെ പോയി തുലയ്ക്കുന്ന എന്തിനാ? ഞാൻ അവിടെ വന്ന് കണ്ടതല്ലേ നീ എങ്ങനെയാ അവിടെ ജീവിക്കുന്നെന്നുള്ളത്. ഇത്രയും സുഖവും സൗകര്യമുള്ള ഈ വീട് ഉപേക്ഷിച്ച് ആ ചെറ്റക്കുടലിൽ പോയി കിടക്കാൻ നിനക്ക് നാണമാകുന്നില്ലേ നിധി? ഇനിയും നീ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നത്? എല്ലാം മറന്ന് നിനക്ക് ഇവിടെ തന്നെ താമസിച്ചൂടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നിധി പറയുന്നുണ്ട്, ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനിവിടെ നിൽക്കില്ല. നിങ്ങൾ അന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സ് മാറി നോർത്തിട്ട് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ നിങ്ങളുടെ സ്നേഹം കപട സ്നേഹമായിരുന്നു എന്നും നിങ്ങളുടെ മനസ്സിൽ ഇത്രയും വലിയൊരു ചതി ഒളിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്നെ സ്നേഹിച്ചെന്ന് ഓർക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പുച്ഛം തോന്നുകയാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ എന്നോട് പെരുമാറിയത്. അച്ഛനും അമ്മയും ചേട്ടനും എല്ലാവരും കൊള്ളാം, എല്ലാവരെയും എനിക്ക് മനസ്സിലായി. അച്ഛൻ പറഞ്ഞത് ശരിയാ, ഇവിടത്തെ പോലെ സുഖവും സൗകര്യവും ഒക്കെ കുറവാ അവിടെ. എന്നാലും അവിടെ സ്നേഹത്തിന് ഒരു കുറവുമില്ല. അവിടെ ഇതുപോലെ കപട സ്നേഹമില്ല. എല്ലാവരും ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്. ആ ഒരു സന്തോഷം അവിടെ ഉണ്ട്. സ്നേഹം എന്താണെന്ന് മനസ്സിലായതേ എനിക്ക് അവിടെ ചെന്നതിന് ശേഷമാ എന്നൊക്കെ പറയാട്ടോ നിധി. തൻ്റെ അച്ഛൻ ഇത്രയും ക്രൂര മനസ്സിനുടമയാണെന്നുള്ളത് നിധി ആ സമയത്താണ് കേട്ടോ തിരിച്ചറിയുന്നത്. രാജുവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചുകൊണ്ടാണ് നിധി അവിടെ നിന്ന് ഇറങ്ങുന്നതും. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല എന്നും നിങ്ങളും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇനി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇനി എനിക്ക് ഇതുപോലെ ഒരു അച്ഛനും സഹോദരനും അമ്മയും ഇല്ലെന്ന് ഞാൻ കരുതിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിധി അവിടുന്ന് അവരുടെ ഒപ്പം പടിയിറങ്ങുന്നതും. അവിടുന്ന് ഭയങ്കര ദേഷ്യത്തോടെ നിധി ഇറങ്ങി വണ്ടിയിൽ കയറിയപ്പോൾ പോലും സുധീഷിന് താൻ കാരണം നേരിടേണ്ടി വന്ന എല്ലാ പ്രയാസങ്ങൾക്കും സുധീഷിനോട് മാപ്പ് ചോദിക്കുകയാണ് കേട്ടോ നിധി. എന്നോട് ക്ഷമിക്കണം സുധീഷെ, ഞാൻ കാരണമാണ് സുധീഷിന് ഇത്ര അധികം അപമാനം സഹിക്കേണ്ടി വന്നത്. ആ ഗുണ്ടകൾ സുധീഷിനെ ഇത്രയും തല്ലി ചതച്ചല്ലോ, എല്ലാം ഞാൻ കാരണമാണ്. എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരിക്കലും സുധീഷിനും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിധി അങ്ങ് കരയാട്ടോ. ആ സമയത്ത് സുധീഷ് നിധിയുടെ കയ്യിൽ പിടിച്ചിട്ട് നിധിയെ സമാധാനിപ്പിക്കുകയാണ്. അല്ലെങ്കിലും നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല നിധി. നിന്റെ അച്ഛൻ അവിടെ വന്ന് വിളിച്ചോണ്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ അവരുടെ സ്നേഹത്തിന്റെ പിന്നിൽ ഇതുപോലെ ഒരു ചതി ഉണ്ടെന്നുള്ളത് നിനക്കിപ്പോൾ മനസ്സിലായല്ലോ. എന്തായാലും നിനക്ക് ഇപ്പം മനസ്സിലായില്ലേ നിന്റെ അച്ഛൻ്റെയും ചേട്ടൻ്റെയും ഒക്കെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത്. അവരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒരു ജീവൻ കളയാൻ പോലും മടിയില്ലാത്തവരാണ് അവർ. ഇനിയെങ്കിലും അതൊക്കെ നീ ഒന്ന് മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ തന്നെ നിധിയോട് പറയുക കേട്ടോ സുധീഷ്. അപ്പോഴേക്കും സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട. ആർക്കും ഒരു ആപത്ത് സംഭവിച്ചില്ലല്ലോ, അതിന് നമ്മൾ ദൈവത്തിനോടാണ് നന്ദി പറയേണ്ടത്. എന്തായാലും മോൾ ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരരുത്. മോൾ എപ്പോഴും സേഫായിട്ടിരിക്കുന്നത് അവിടെ തന്നെയാണ്. ഇവിടെ ഒരിക്കലും മോൾക്കൊരു സേഫ്റ്റി ഉണ്ടാവില്ല. മോളുടെ അച്ഛനും അമ്മയും സഹോദരനും ഒക്കെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടത്തിലാണ്. അതുകൊണ്ട് മോൾ അതൊക്കെ വിട്ട് കളഞ്ഞേക്ക്. ഇപ്പം നമുക്ക് എല്ലാവരെയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. മോൾ ആഗ്രഹിച്ച പോലെ തന്നെ മോള് നല്ല ജോലി മേടിച്ച് നല്ല നിലയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്നൊക്കെ തന്നെ സുഭാഷ് ചേട്ടൻ പറയുകയാണ്. സുഭാഷ് ചേട്ടൻ്റെയും സുധീഷിൻ്റെയും വാക്കുകൾ കേൾക്കുമ്പോഴേക്കും നിധിക്ക് അതൊരു ഭയങ്കര ആശ്വാസം ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ നികേഷിനോടും ഹരീഷിനോടും ഒക്കെ നിധി മാപ്പ് പറയുന്നുണ്ട്. ഞാൻ കാരണമാണ് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞ് നിധി വീണ്ടും കരയുന്നുണ്ട്. എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ത്യാഗം സഹിച്ചു. ഞാൻ കാരണം നിങ്ങൾക്കൊക്കെ ഒരുപാട് നാണക്കേട് ഉണ്ടായി എന്നൊക്കെ പറയുമ്പോഴേക്കും സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, എന്താ മോളെ ഇത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളെ രണ്ടുപേരെയും ആ ചതിക്കുഴിയിൽ നിന്ന് തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെയാണ് ഞങ്ങളുടെ വിജയം. ഏതായാലും നമുക്കിനി പോകാം, ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറയുക കേട്ടോ. അതേ കേട്ടതേ, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് പോകാം, അവിടെയാ സേഫ് എന്നൊക്കെ നികേഷും പറയുക കേട്ടോ. അങ്ങനെ നിധിയും സുധീഷിനെയും കൂട്ടി അവർ തിരിച്ച് വീട്ടിലേക്ക് തന്നെ ചെല്ലുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.